ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സേതുവും അതുപോലെ പല്ലവിയും കൂടി ഇങ്ങനെ ഒരിടത്ത് മാറി നിന്ന്, അതായത് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പം മറ്റാരെന്ത് പറഞ്ഞെങ്കിലും ഞാനത് അനുസരിക്കില്ലായിരുന്നു. പല്ലവി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൂർണിമ ടെക്സ്റ്റൈൽസിൽ പോയെന്നുള്ള കാര്യം സേതു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ സേതുവേട്ടൻ കേൾക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ സേതുവേട്ടനോട് പോകാനായിട്ട് പറഞ്ഞതെന്ന് പല്ലവി അന്നേരം പറയാം. അതിനെ ഞാൻ സേതുവേട്ടനെ മേലെ അധികാരം അടിച്ചേൽപ്പിച്ചു അല്ലെങ്കിൽ അവകാശം സ്ഥാപിച്ചു എന്നൊന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ പറഞ്ഞു. അയ്യോ പല്ലവി, അങ്ങനെയൊന്നും പറയരുത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുവാണ്. എന്തായാലും നേരെ ഒരുപാടായി സേതുവേട്ടാ, ഞാൻ പൊയ്ക്കോട്ടെ, അമ്മ എന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സേതു ഇങ്ങനെ നിന്ന് ആലോചിക്കുക. അപ്പോൾ പല്ലവി എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പല്ലവി ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചു. എന്താ സേതുവേട്ടാ, എനിക്ക് പല്ലവിയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ സേതുവേട്ടൻ പറഞ്ഞോ, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, സാവകാശം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം എന്നാൽ ശരി, ആലോചിച്ച് സാവകാശം നാളെ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി പോകാൻ തുടങ്ങുക. അന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പല്ലവി ഇങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞ് സേതു ദേഷ്യപ്പെടുമ്പോൾ സേതുവേട്ടൻ പറ സേതുവേട്ടാന്ന് പറഞ്ഞു ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ സേതു പല്ലവിയോട് തൻ്റെ ഉള്ളിൽ ഇഷ്ടം പറഞ്ഞു. ഈ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ ജീവിക്കാൻ തനിക്ക് സമ്മതമാണോ എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോൾ സേതുവിന് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിച്ചു. അത് എനിക്ക് ഒരുപാട് നാളായിട്ട് പല്ലവിയോട് പറയണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ പറയാനുള്ള ധൈര്യം കിട്ടിയില്ല, അതിന് സമയവും സന്ദർഭവും ഒത്തു വന്നില്ല. പല്ലവിയുടെ ഉത്തരം അത് എസ് ആയാലും നോ ആയാലും എന്നോട് പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ പറ പല്ലവി എന്നും പറഞ്ഞുകൊണ്ട് പാവം കിടന്ന് സ്വപ്നം കണ്ടതായിരുന്നു. എന്തായാലും നമ്മുടെ ഹരി എഴുന്നേറ്റ് ഇത് കാണുമോ. ഹരി അന്നേരത്തേക്കും ഏട്ടാ പല്ലവി ചേച്ചി എസ് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സേതു ചാടി എഴുന്നേറ്റു. പറയാൻ തുടങ്ങിയപ്പോഴല്ലേ നീ എന്നെ വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും. അപ്പോൾ സേതുവേട്ടാ ചേച്ചി എന്താ പറയാൻ വന്നത്, എസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്നാ എനിക്ക് തോന്നണേന്നും പറഞ്ഞ സേതു. സ്വപ്നത്തിൽ പോസിറ്റീവായിട്ടുള്ള സൂചന കണ്ടുകൊണ്ടേ സേതുവേട്ടനെ ഞാൻ ധൈര്യമായിട്ട് പല്ലവി ചേച്ചി പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു ഹരി ഇങ്ങനെ പറയാം. അപ്പോൾ ചെയ്യാല്ലേടാ, ധൈര്യമായിട്ട് ചെയ്യാവുന്നേ. അതെ, ഞാൻ പല്ലവിയോട് അത് പറഞ്ഞാൽ ഞാനും പല്ലവി തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങ് പോവാടാന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നു സേതുവേട്ടൻ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. അതെ, നമ്മളൊരാളെ പ്രേമിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് വേണം കാണാൻ, എങ്കിലേ അത് സെറ്റ് ആവത്തുള്ളൂ. സേതുവേട്ടൻ നാളെ പല്ലവി ചേച്ചിയോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ പ്രണയത്തിന് വഴിമാറിയാലോ, അങ്ങനെ വന്നാലോ, അങ്ങനെയൊക്കെ വരുവാടാ ഉറപ്പായിട്ടും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും നീ കിടന്നു, ഞാൻ ബാക്കി സ്വപ്നം കാണുവാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ കിടന്നു. അപ്പോൾ നമ്മുടെ ഹരി ഇങ്ങനെ സേതുവിനെ നോക്കി കിടക്കുമ്പോൾ നീ എന്ത് പണിയാടായി കാണിക്കുന്നത്, നീ ഇങ്ങനെ കിടന്ന് എനിക്ക് ബാക്കി സ്വപ്നം കാണാൻ പറ്റുമോ, നിന്റെ മോന്ത കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ സ്വപ്നം കാണൂടാ, തിരിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ തിരിച്ചു കിടത്തി. ഇനി ഞാൻ കാരണം നിങ്ങളുടെ സ്വപ്നം നശിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹരി തിരിഞ്ഞു കിടന്നപ്പോൾ സേതു ഇങ്ങനെ പല്ലവിയായിട്ടുണ്ടായിരുന്നു ഓരോരോ നിമിഷങ്ങൾ ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുക. പല്ലവി എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിയാണ് കാണിക്കുന്നത്. പല്ലവിയുടെ ഫോണിലേക്ക് കോള് വരിക, അതും കൂട്ടുകാരിയുടെ. അപ്പോൾ പല്ലവി കോളേജ് ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അതിന് ടീച്ചർ കൂടി ഉണ്ടെങ്കിൽ എവിടെ പോകാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാറു അങ്ങോട്ടേക്ക് വന്നു. പാറു വന്നിട്ട് ചോദിച്ചു, ആരോടാ സംസാരിച്ചുകൊണ്ട് നിൽക്കണേന്ന്. അത് സേതുമാധവനോട് മറ്റാണോ എന്ന് ചോദിച്ചപ്പം പല്ലവി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുക ദേഷ്യപ്പെട്ട്. എന്തേച്ചി എത്ര ദേഷ്യം, അല്ല നിനക്ക് എന്തിൻ്റെ കേടാ, സേതുവേട്ടനോട് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി, അത് സംസാരത്തിൻ്റെ ടോൺ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ നീ ചുമ്മാതിരിക്കും പാറു, ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ, സേതുവേട്ടനോട് സംസാരിക്കേണ്ട സമയം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പല്ലവിയോട് എൻ്റെ ചേച്ചിക്കുട്ടി എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയണ്ടെന്ന് പറഞ്ഞു. കള്ളമൊന്നുമല്ല, സത്യം ഞാൻ പറഞ്ഞത്, വിശ്വസിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു. വേണ്ടേ അതൊന്നും വേണ്ട, വിശ്വാസമാണേ എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആറ് പറയാം. ഇപ്പം ചേച്ചിയും സേതുവേട്ടനും തമ്മിൽ കാണലും വിളിക്കലും ഒന്നും ഇല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല. എന്തു പറ്റി, നിങ്ങൾ തമ്മിൽ എന്താ പിണങ്ങിയോ? നിനക്ക് സേതുവേട്ടൻ്റെ കാര്യമല്ലാതെ മറ്റൊന്നും പറയാനില്ലേന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പം പിണങ്ങി കാണും ചേച്ചിയുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായെന്ന് പറയും. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുമില്ല ഇണങ്ങിയിട്ടുമില്ല. മനസ്സിലായി പൊന്നു മോളെ, എനിക്കെല്ലാം മനസ്സിലായി. ഇണങ്ങുന്നതാ കേട്ടോ നല്ലത്. ചേച്ചി ഒരുപാട് വട്ടം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് സേതുവേട്ടൻ, അത് മറക്കരുത് കേട്ടോ. ചേച്ചിയുടെ മനസ്സിൽ സേതുവേട്ടൻ ഒരു മണിമാളിക വെച്ച് അങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ മുഖത്ത് സേതുമാധവൻ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മുഖത്ത് വെച്ചിട്ടില്ല, പക്ഷെ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് പാറു പറയാം. പാറു നല്ല തല്ല് വെച്ച് തരും കേട്ടോ ഞാൻ നിനക്കിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല്ലവി ദേഷ്യപ്പെടുക. അപ്പോൾ എൻ്റെ പൊന്നേ ചേച്ചി ഇങ്ങനെ വെറുതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടണ്ട, ചേച്ചിയുടെ ഉള്ളിൽ സേതുവേട്ടനോടുള്ള ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ ഉള്ളിൽ ഇനി സേതുവേട്ടൻ ഇല്ലേന്നൊക്കെ പാറു എന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുക. എന്തായാലും അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പാറു ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഋതുവിനാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നുകൂടി ഓർഡർ നോക്കാം, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഋതു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എഴുന്നേറ്റ് പാത്രം നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. തുള്ളിച്ചാടി ബേബി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ബേബി ചേച്ചി ഇപ്പം സമയം എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ 8:30
ഒരു 9 മണിയായി കാണും. എന്താ 8:30 9 ഇത്രയും നേരമായിട്ടും ഈ വീട്ടിൽ കഴിക്കാനൊന്നും ഉണ്ടാക്കിയല്ലെന്ന് വെച്ചാൽ കഷ്ടമാട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്ത് പറയാനാ മോളെ, സേതുവിന് ഒരേ കൊതി പുട്ടും കടലയും കഴിക്കണം എന്ന്. ഒരാളൊരാഗ്രഹം പറയുമ്പോൾ നമ്മളത് നടത്തി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. സേതുവിൻ്റെ കൊതി അടക്കാൻ അങ്ങേരെന്താ ഇങ്ങനെ അങ്ങോട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വയ്യ ചേച്ചി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനല്ല ഇവിടെ ഒന്നും നടത്തേണ്ടത്, ഞങ്ങളുടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഋതു അങ്ങ് പോകുക കേട്ടോ. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഋതു എന്നും ചോദിച്ച്. അത് പുട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, സേതുവിന് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കടലക്കറി ഒന്ന് റെഡിയാക്കിയാൽ മതിയെന്ന്, എല്ലാം സെറ്റായെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം ബേബി ചേച്ചി പറഞ്ഞു, നീ പോയിരിക്കും കഴിക്കാൻ ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞു. അപ്പം നീ എന്തിനാ സേതുവിൻ്റെ കാര്യം ഋതുവിനോട് പറഞ്ഞതെന്ന് ചോദിക്കാൻ നേരം നമ്മുടെ പൂർണിമ എന്നിട്ട് കറിയൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഋതു അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ, അപ്പോഴത്തേക്കും സേതുവും കഴിക്കാൻ വന്നിരുന്നു. ബേബി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടി വിളിച്ചു സേതു. ദേ വരിക സേതു എന്നും പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി ഇങ്ങനെ പറഞ്ഞു. നല്ല ആവി പറക്കുന്ന പുട്ട്, ആ പുട്ടിലൂടെ അങ്ങ് കടലക്കറി ഒഴിച്ചിട്ട് അങ്ങ് കഴിക്കുന്നതിനുണ്ടല്ലോ അമ്മ, എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ. ഈ കടലക്കറി പൊളിച്ച് ബേബി ചേച്ചി പൊളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയാം. അപ്പോൾ ഋതു ഇതൊക്കെ കാണാൻ കേൾക്കുകയും ചെയ്യല്ലേ. എന്തൊരു ചൂടായതെന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് നമ്മുടെ ഋതു ഇങ്ങനെ പറഞ്ഞു. അതെ, പുട്ട് ചൂടോടെ കഴിക്കുന്നതാ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന നീ നാശം പിടിച്ചവനാണല്ലോ, പുട്ട് നിന്നിട്ട് മിസൈൽ വിടാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഋതു ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ പറയുന്നിട്ട് സേതു ഇങ്ങനെ ഒന്ന് കുഴച്ച് വാരി കഴിക്കുന്നത് കണ്ടിട്ട് അറപ്പ് തോന്നുകയാണ്. ഇതിനേക്കാളും വലിയൊരു ദുരന്തം ഇനി എൻ്റെ ജീവിതത്തിൽ വരാനേ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഋതു. ഹലോ, എനിക്ക് നിങ്ങളുടെ കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു ആഗ്രഹവും ഇല്ല എന്നും പറഞ്ഞ് ഋതുവിനോട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒപ്പില്ലാതെ അവിടെ ഒന്നും നടക്കില്ല എന്ന് കുറുപ്പമാമൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ വന്നതെന്നും സേതു ഇങ്ങനെ പറയാം. അത് ഒരു ഔദ്യോഗികമായിട്ടങ്ങ് കണ്ടാൽ മതി കേട്ടോ. അതിൻ്റെ പിന്നെ ബേബി ചേച്ചി തന്നെ പറ, ഈ നല്ല നിലയും വിലയുള്ള J2 പോലത്തെ കമ്പനിയുണ്ട്. അപ്പം പിന്നെ ഈ തുണിക്കടയിലെ കാര്യങ്ങൾ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എനിക്ക് എൻ്റെ കമ്പനിക്കാർ മാത്രം നോക്കിയാൽ പോരെ എന്നൊക്കെ സേതു. അപ്പോൾ പിന്നെ കമ്പനി പന്തൽ പണിയെന്ന് പറയാനായിട്ട് ഋതു പറഞ്ഞു. അപ്പോൾ എൻ്റെ കമ്പനി ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞാലുണ്ടല്ലോ ഈ കടലക്കറി എടുത്ത് കണ്ണിലൊഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും വഴക്കുമായി. അപ്പോഴേക്കും പൂർണിമ വന്നു. ഇനി മേലിൽ നീ നിൻ്റെ ഏട്ടനോട് ഈ രീതിയിൽ സംസാരിക്കരുത്, ഇത് നിൻ്റെ വലിയേട്ടനാ, ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ ദേഷ്യപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു എഴുന്നേറ്റ് പോവുക. ഋതു എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ മോള് കഴിക്കുന്നില്ലേ ചോദിച്ചു ബേബി ചേച്ചി. ഇല്ല വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞെന്നും പറഞ്ഞു. അങ്ങനെ ഋതു എഴുന്നേറ്റ് പോയി. സേതു അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നു, പൂർണിമ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നു പ്രതാപനും ഭാര്യയും കൂടെ സംസാരിക്കുക. പ്രതാപനെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുക. അവനെ ശരിക്കും സൂക്ഷിക്കണം, അതിനപ്പുറം സൂക്ഷിക്കണം ഋതു, അങ്ങനെ ഒരുത്തിയാണ് അവളെന്നൊക്കെ പറഞ്ഞു. നീ അതൊന്നും ഓർത്ത് ധൈര്യം കളയാതിരിക്കുക, നമുക്കെല്ലാം സെറ്റാക്കി എടുക്കാം, അവളെ എൻ്റെ പരിധിക്ക് നിർത്താൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു. അവളെന്തെങ്കിലും കുത്തി പൊക്കിയാലും നിന്റെ പ്രതാപേട്ടനിതേ ഒന്നും സംഭവിക്കാൻ പോണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പറയുന്നു. രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടുന്നത് പോലെ ഞാൻ നൈസായിട്ടങ്ങ് തലയൂരുമെന്നൊക്കെ ഇവൻ പറഞ്ഞു കൊടുക്കുക പത്മജിയോട്. എന്നിട്ട് എല്ലാം കൂടെ മാനേജർ മഹേഷില്ലേ അവൻ്റെ തലയിലോട്ട് ഞാനങ്ങ് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു ഒന്നങ്ങ് കയറി. ഋതു വരുമെന്ന് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവർ സംസാരിച്ച് തീർന്നിടത്താണ് ഋതു വന്ന് കയറിയത്. ഇനി കേട്ടോ എന്നുള്ള പേടിയാണ് ഇവർക്ക്. രണ്ടുപേരും കൂടി ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. അപ്പം ദേ ഋതുമോള് നീ ചെന്ന് വേഗം കുടിക്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പം എന്താ മോള് പതിവില്ലാതെ ഇങ്ങോട്ട്? അല്ല സ്റ്റോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അല്ല മോളിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്നും ഞാനും മാനേജറും കൂടെ കഴിഞ്ഞ ദിവസം ഒന്ന് പോയായിരുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ സ്റ്റോക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ആ മാനേജറെ കൂടുതൽ വിശ്വസിക്കേണ്ട അങ്കിൾ, അയാളുടെ കയ്യിൽ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഋതു പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, പക്ഷേ മോൾക്ക് എന്നെ വിശ്വസിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഋതു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മക്കളില്ലാത്ത ഞങ്ങളുടെ ജീവിതം പോലും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നൊക്കെ ഇങ്ങനെ ഈ പ്രതാപം പറയാം. പൂർണിമ ടെക്സ്റ്റൈൽസിന് വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗും കാര്യങ്ങളും. ഋതു ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മളൊക്കെ ഇത്ര ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന കമ്പനിയിൽ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ആ സേതു എന്ന് പറയുന്നതിൻ്റെ ഒപ്പുകൂടി വേണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്കങ്ങോട്ട് തിളച്ചു വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ പറഞ്ഞു. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മോളുടെ അച്ഛനോട് അങ്കിളിന് ദേഷ്യമുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിനെ സോപ്പിടുവൻ. ആ തലതിരിഞ്ഞവൻ്റെ പേരിൽ അങ്ങനെ ഒരു അവകാശം എഴുതി വെച്ചതാണ് നമ്മുടെയൊക്കെ മുഖത്തടി കിട്ടിയതുപോലെ ആയിപ്പോയതെന്നും പറഞ്ഞു. ഓ എൻ്റെ പൊന്നുമോളെ എനിക്ക് ചിന്തിക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ ശരി അങ്കിള് റെഡി ആയിക്കോ, ഓഫീസിലോട്ട് പോകണം നമുക്ക്. ആ
ഷോപ്പിംഗ് മോളിൻ്റെ കാര്യമൊക്കെ റെഡി ആക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുക. ഋതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തീക്കൊള്ളി കൊണ്ടാണോ തല ചൊറിയുന്നത് പ്രതാപേട്ടാന്ന് പുള്ളിക്കാരി ചോദിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സേതുവിനെയും ഹരിയെയും ആണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക, അതായത് പല്ലവിയെ കാണാനായിട്ട്. അപ്പോൾ പല്ലവിയെ ചേച്ചിയെ കാണുമ്പം ബപ്പപ്പ അടിക്കാതെ ഇഷ്ടമാണെന്ന് അങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ പല്ലവി ദേഹത്തെല്ലാം നടന്നു വരുന്നു. പല്ലവിയെ കണ്ടപ്പോഴത്തേക്കും സേതുവിൻ്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. സേതുവിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഹരി അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് പ്രാക്ടീസായി നമ്മുടെ സേതു ഇഷ്ടം പറയാനായിട്ട്. പക്ഷെ പല്ലവി ഇതൊന്നും കാണുന്നില്ല. പല്ലവി ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് സേതുവിനെ കാണുന്നത്. ആഹാ, സേതുവായിട്ട് ഇതെവിടെ പോവാ, ഇതെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. അല്ല, ഞാൻ പല്ലവിയുടെ കോളേജിൻ്റെ വഴിക്ക് തന്നെയാ, കയറി ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. അയ്യോ, എന്നെ വിളിക്കാൻ ആനി ടീച്ചർ വരും, വേണ്ട സേതുവേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഓരോന്ന് പറഞ്ഞു പല്ലവി അങ്ങ് പോയി. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി വരുന്നത് വരെ എല്ലാവരും കാത്തിരുന്ന് വിശേഷങ്ങൾ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.